Hi friends, welcome to A1 Interior. ഇന്ന് നമ്മളുള്ളത് ചെന്നൈ വത്സരവാക്കത്തിലാണ്. സാറിൻ്റെ വീട് ഫുൾ ഹോം നമുക്കാണ് തന്നിട്ടുള്ളത്. A1 ഇൻറ്റീരിയേഴ്സിനാണ് വന്നിട്ടുള്ളത്. ഒരു പ്രൊജക്ഷൻ പാനൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലൂട്ടഡ് പാനൽ ഗോൾഡൻ ഗ്രെയിൻസ് ഉള്ള ഫ്ലൂട്ടഡ് പാനലാണ്. അതേപോലെ തന്നെ വാൾനട്ട് കളറിൽ ഷീറ്റ്സും നമുക്ക് ഒരു ഷട്ടർ യൂണിറ്റാണ് ഇവിടെ വരുന്നത്. ഷട്ടർ യൂണിറ്റ് നമുക്ക് നീറ്റായിട്ട് യൂണിറ്റ് ക്ലോസ് ആവുന്നുണ്ട്. ടോപ്പ് ടു ബോട്ടം ഹിഞ്ചസ് വരയ്ക്കും ഹാൻഡിൽ സെക്ഷൻ കൊടുത്തിട്ട് HPL ഷീറ്റ്സിൽ നമ്മൾ യൂണിറ്റ് നീറ്റായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇത് വന്നിട്ട് SS ഇട്ടതാണ്. SS സോഫ്റ്റ് സ്ലൈഡിങ് യൂസ് ചെയ്തിട്ട് ഒരു കട്ട്ലറി ആൻഡ് ഒരു പ്ലേറ്റ് യൂണിറ്റ് ആൻഡ് ഷെൽഫ് 3 ഷെൽഫ് മതി. ഒരു ആങ്കർ യൂണിറ്റ് ഒന്ന് വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളർ ഫ്രെയിമിൽ HPL ഷീറ്റ്സിൽ നമ്മൾ ഈ യൂണിറ്റ് നീറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ 2 ഡ്രോ സെക്ഷൻ വരുന്നുണ്ട്. ലോക്ക് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് HPL ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റിൽ സോഫ്റ്റ് സ്ലൈഡിങ് ട്രാക്ക് ഉപയോഗിച്ച് നീറ്റായിട്ട് യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു തിങ്സ് വയ്ക്കാൻ പാകത്തിന് യൂണിറ്റ് ഓട്ടോക്ലോസ് ഇഞ്ചസിൽ സ്കേർട്ടിങ് എടുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. UPVCയിൽ ചെയ്യാം, അലുമിനിയത്തിൽ ചെയ്യാം. ഇതേപോലെയുള്ള യൂണിറ്റുകൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്. തീർച്ചയായും നമ്പറിലേക്ക് കോൾ ചെയ്യൂ. ഞങ്ങളുടെ മാനേജർ സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു A1 ഇൻറ്റീരിയർ. ഇന്ന് നമ്മളുള്ളത് ചെന്നൈ വത്സരവാക്കത്തിലാണ്. സാറിൻ്റെ വീട് ഫുൾ ഹോം നമുക്കാണ് തന്നിട്ടുള്ളത്. A1 ഇൻറ്റീരിയേഴ്സിനാണ് വന്നിട്ടുള്ളത്. ഫുൾ ഹോം കംപ്ലീറ്റ്ലി അലുമിനിയമാണ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. 3 ബെഡ്റൂം ഉണ്ട്. അതേപോലെ TV യൂണിറ്റ് ആൻഡ് കിച്ചൺ മെയിനായിട്ട് വരുന്നുണ്ട്. എല്ലാ യൂണിറ്റും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വരും, നമുക്ക് ആദ്യം വീട്ടിനുള്ളിൽ പോവാം, വീഡിയോയിൽ പോവാം. ആൻഡ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഫസ്റ്റ് വീട്ടിനുള്ളിൽ എൻ്റർ ആകുമ്പോൾ തന്നെ സൂപ്പറായിട്ട് വുഡൻ ഫിനിഷിങ്ങിൽ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. ഫുൾ ആൻഡ് ഫുൾ അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റാണ്. ഒരു പ്രൊജക്ഷൻ പാനൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്ലൂട്ടഡ് പാനൽ ഗോൾഡൻ ഗ്രെയിൻസ് ഉള്ള ഫ്ലൂട്ടഡ് പാനലാണ്. അതേപോലെ തന്നെ വാൾനട്ട് കളറിൽ ഷീറ്റ്സും വാൾനട്ട് കളർ ഫ്രെയിംസും ഗ്ലാസ് ആവശ്യമുള്ളവിടെയൊക്കെ കംപ്ലീറ്റും ഗ്ലാസ് കൊടുത്തിട്ട് ഷീറ്റ്സ് ആവശ്യമുള്ളവിടെയൊക്കെ ഷീറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രയർ യൂണിറ്റ് ഒന്ന് വരുന്നുണ്ട്. കംപ്ലീറ്റ് യൂണിറ്റ് ഓട്ടോ ക്ലോസിലാണ് വരുന്നത്. ഇവിടെ ഒരു ടോയ് റാക്ക് ഒന്ന് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ യൂണിറ്റ് കാണാം. ബാക്കിൽ ഗോൾഡൻ ഗ്രെയിൻസിലുള്ള ഫ്ലൂട്ടഡ് പാനലും കൊടുത്ത് കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ അടുത്തടുത്ത യൂണിറ്റുകളുണ്ട്. ഓരോരോ യൂണിറ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അടുത്ത യൂണിറ്റിലേക്ക് നമുക്ക് പോകാം. വരും യൂണിറ്റ് തന്നെ നമുക്ക് ഒരു ഷട്ടർ യൂണിറ്റാണ് ഇവിടെ വരുന്നത്. ഷട്ടർ യൂണിറ്റ് നമുക്ക് നീറ്റായിട്ട് യൂണിറ്റ് ക്ലോസ് ആവുന്നുണ്ട്. ആൻഡ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ 2 വാൾ ബോക്സസ് വരുന്നുണ്ട്. വാൾ ബോക്സിൽ വരുന്നത് ഉള്ളിൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഷെൽഫ് ഇട്ട ഒരു വാൾ ബോക്സും ആൻഡ് അതിൻ്റെ അടുത്ത് തന്നെ പ്യൂരിഫയറിന് ഒരു സ്പേസ്, ഓപ്പൺ സ്പേസ് ആണ്. താഴെ ഓപ്പൺ ആണ്. ആൻഡ് ഫുൾ ബ്ലാക്ക് ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിലാണ് യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ വന്നിട്ട് ഷെൽഫില്ല. ആൻഡ് ഓൺലി ഔട്ടർ ഡോർ മാത്രമായിട്ട് ബോക്സ് പോലെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിയാൽ ടോപ്പ് ടു ബോട്ടം ഹിഞ്ചസ് വരയ്ക്കും ഹാൻഡിൽ സെക്ഷൻ കൊടുത്തിട്ട് HPL ഷീറ്റ്സിൽ നമ്മൾ യൂണിറ്റ് നീറ്റായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഉള്ളിൽ ഓൾറെഡി ഷെൽഫ് വെച്ചിട്ടുണ്ട് കസ്റ്റമർ. നമ്മൾ ഡോർ മാത്രമാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. ഇതിന് ഡോർ കൊടുത്തിട്ടുള്ളതും കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളർ ഫ്രെയിംസിൽ ACPയുടെ ഷീറ്റ്സിലാണ് നമ്മൾ ഈ കിച്ചൺ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ലോഫ്റ്റ് നിങ്ങൾക്ക് കാണാം. സെയിം അതേ ഷീറ്റ്സിൽ അതേ ഫ്രെയിമിൽ തന്നെയാണ് നമ്മൾ ഈ യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഈ എഡ്ജസ് ഒക്കെ നീറ്റായിട്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതേപോലെ ഇനി നമുക്ക് താഴെ ഗ്യാസ് മുകളിൽ വരുന്നുണ്ട്. ഗ്യാസിൻ്റെ സിലിണ്ടർ പുറത്താണ്. ആൻഡ് ഈ ഭാഗത്ത് ഷെൽഫ് മാത്രം മതി എന്ന് പറഞ്ഞു. ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഷെൽഫ് വന്നിട്ട് ലാസ്റ്റ് എഡ്ജ് വരയ്ക്കും ഷെൽഫ് യൂണിറ്റ് പോകുന്നുണ്ട്. ആൻഡ് വെന്റിലേഷൻ ആവശ്യമുള്ള വെന്റിലേഷനും യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് വന്നിട്ട് SS ഇട്ടതാണ്. SS സോഫ്റ്റ് സ്ലൈഡിങ് യൂസ് ചെയ്തിട്ട് ഒരു കട്ട്ലറി ആൻഡ് ഒരു പ്ലേറ്റ് യൂണിറ്റ് ആൻഡ് ഒരു ഓയിൽ പുള്ളൗട്ട് ഒന്ന് വരുന്നുണ്ട്. ആൻഡ് 2 ടാൻഡം ബോക്സ് ആണ് ഇത് രണ്ടും വരുന്നത്. ആൻഡ് വിക്കർ ബാസ്ക്കറ്റ് 2 യൂണിറ്റും ആൻഡ് ഒരു ക്ലോസിംഗ് ഡോറും വരുന്നുണ്ട്. ആൻഡ് നമ്മൾ ബെഡ്റൂം കണ്ടു, അതേപോലെ കിച്ചൺ കണ്ടു. അടുത്ത TV യൂണിറ്റ് ഒന്നുണ്ട്. ആൻഡ് ഹാൻഡ് വാഷ് യൂണിറ്റും കൂടെ നമുക്ക് കാണാം. വരും ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മുകളിലുള്ള 2 ബെഡ്റൂംസ്. ലെഫ്റ്റിലും റൈറ്റിലും ഓരോരു ബെഡ്റൂം ഉണ്ട്. ഫസ്റ്റ് നമുക്ക് റൈറ്റ് സൈഡിലുള്ള ബെഡ്റൂമാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇതിൽ കയറി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നീറ്റായിട്ട് സൂപ്പറായിട്ട് ഒരു ഡിസൈനിൽ വാർഡ്രോബ് ചെയ്തിട്ടുണ്ട്. ഈ വാർഡ്രോബിന് ടോപ്പ് ടു ബോട്ടം വരയ്ക്കും ഫുള്ളായിട്ട് നമ്മൾ G പ്രൊഫൈൽ ഹാൻഡിൽ സെക്ഷനും ആൻഡ് ഉള്ളിൽ ഷെൽഫ് അഡീഷണൽ ഇട്ട യൂണിറ്റാണിത്. ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഷെൽഫ് 3 ഷെൽഫ് മതി. ഒരു ആങ്കർ യൂണിറ്റ് ഒന്ന് വരുന്നുണ്ട്. ഇത് ബ്ലാക്ക് കളർ ഫ്രെയിമിൽ HPL ഷീറ്റ്സിൽ നമ്മൾ ഈ യൂണിറ്റ് നീറ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഓട്ടോക്ലോസ് ഇഞ്ചസിൽ യൂണിറ്റ് വരും.
അതിന് തൊട്ടടുത്തുള്ള ഒരു യൂണിറ്റും അതേ സെയിം ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഉള്ളിൽ കസ്റ്റമർ കല്ല് വെച്ചിട്ടുണ്ട്, കടപ്പക്കല്ല് ഉള്ളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ 3 ഷെൽഫ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ഒരു ആങ്കർ യൂണിറ്റ് ഒന്ന് വരുന്നുണ്ട്. ആൻഡ് കസ്റ്റമർ ചോദിച്ചത് 2 ഡ്രോ സെക്ഷനാണ്. ആൻഡ് രണ്ടും സോഫ്റ്റിൽ തന്നെ യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് മേലെ ലോഫ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇതേപോലെ തന്നെയാണ് അടുത്ത ബെഡ്റൂമിലുള്ള യൂണിറ്റും നമ്മൾ യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്ത ബെഡ്റൂമിലേക്ക് നമുക്ക് നേരെ പോവാം. ആൻഡ് അടുത്ത ബെഡ്റൂം എന്ന് പറയുന്നത് ഇതാണ്, ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമാണ്. ഇതും സെയിം അപ്പുറത്തെ ബെഡ്റൂം എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് കടപ്പകൽ വെച്ചിട്ട് യൂണിറ്റ് വെച്ചിട്ടുണ്ട്. ആൻഡ് ഇതിൽ 2 ഡ്രോ സെക്ഷൻ വരുന്നുണ്ട്, ലോക്ക് പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇപ്പുറത്ത് നിങ്ങൾക്ക് കാണാം സെയിം ടോപ്പ് ടു ബോട്ടം വരെ ഫുള്ളായിട്ട് ഹാൻഡിൽ സെക്ഷൻ കൊടുത്തിട്ട് ഉള്ളിൽ ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത്. നോർമൽ ഷെൽഫ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ബാക്ക് പാനലൊന്നും ഇല്ലാതെ. ആൻഡ് ഇത് നിങ്ങൾക്ക് കാണാം. ആൻഡ് മേലെ ലോഫ്റ്റ് നിങ്ങൾക്ക് കാണാം. സെയിം യൂണിറ്റിൽ HPL ഷീറ്റ്സിൽ ബ്ലാക്ക് കളർ ഫ്രെയിമിൽ വർക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റാണ് മുകളിലുള്ള 2 ബെഡ്റൂം നിങ്ങൾ കണ്ടത്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ കിച്ചണുള്ള ചെറിയൊരു യൂണിറ്റ് ഒന്ന് വരുന്നുണ്ട്. ആ യൂണിറ്റിൽ വെറും ഡോറ് മാത്രം ഇട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ചെറുത് രീതിയിൽ യൂസ് ചെയ്യാനുള്ള പ്രൊവിഷനാണത്. അപ്പം മുകളിൽ നമ്മൾ ചെറിയ കിച്ചൺ സെറ്റപ്പ് കണ്ടു, 2 ബെഡ്റൂമും കണ്ടു. ആൻഡ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള താഴെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ബെഡ്റൂമാണ്. ഇതിൽ നമ്മൾ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് HPL ഹൈ പ്രഷർ ലാമിനേറ്റഡ് ഷീറ്റിൽ സോഫ്റ്റ് സ്ലൈഡിങ് ട്രാക്ക് ഉപയോഗിച്ച് നീറ്റായിട്ട് യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിത്ത് ഗോൾഡൻ സ്ട്രിപ്പോട് കൂടി യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മുകളിൽ നിങ്ങൾക്ക് കാണാം, മുകളിലും ഇതേപോലെ സോഫ്റ്റ് സ്ലൈഡിങ് ഓട്ടോക്ലോസ് ഇഞ്ചസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ചാമ്പ്യൻ സ്റ്റീലിൻ്റെ മെറ്റീരിയൽ HPL ഷീറ്റ്സിൽ നമ്മൾ യൂണിറ്റ് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് താഴെ നിങ്ങൾക്ക് കാണാം ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്. ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ മിറർ ഡയറക്റ്റ്ലി വാളിലാണ്, കസ്റ്റമർ വാളിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റെഡ് ഇട്ട് കൊടുത്ത് നീറ്റായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് താഴെ യൂണിറ്റ് കാണാം, നിങ്ങൾക്കൊരു ഡ്രോ സെക്ഷൻ ഇതിൽ വരും. അതേപോലെ തന്നെ താഴെ ഒരു തിങ്സ് വയ്ക്കാൻ പാകത്തിന് യൂണിറ്റ് ഓട്ടോക്ലോസ് ഇഞ്ചസിൽ സ്കേർട്ടിങ് എടുത്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതും ചാമ്പ്യൻ സ്റ്റീലിൻ്റെ മെറ്റീരിയലിലും അതേപോലെ ഷീറ്റ്സ് HPL ഷീറ്റ്സിലും ആണ് യൂണിറ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ട്സ്, ഇത് ഇപ്പോൾ നമ്മൾ കിച്ചണിൽ ACP ചെയ്തത് വത്സരവക്കത്തിൽ സാറിന് വീട്ടിൽ കണ്ടു. അതേപോലെ തന്നെ വാർഡ്രോബ്സ് HPL ഷീറ്റ്സിൽ ചാമ്പ്യൻ സ്റ്റീലിൽ ചെയ്തിട്ടുള്ള യൂണിറ്റും നമ്മൾ ഈ വീട്ടിൽ കണ്ടു കഴിഞ്ഞു. ആൻഡ് ഇതേപോലെ വാൾനട്ട് കളറിൽ ഫിനിഷ് ചെയ്തിട്ടുള്ള TV യൂണിറ്റും നമ്മൾ ഈ വീട്ടിൽ കണ്ടു കഴിഞ്ഞു. ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിലേക്ക് UPVCയിൽ ചെയ്യാം, അലുമിനിയത്തിൽ ചെയ്യാം. ഇതേപോലെയുള്ള യൂണിറ്റുകൾ നിങ്ങൾക്കും വേണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, തീർച്ചയായും നമ്പറിലേക്ക് കോൾ ചെയ്യൂ. ഞങ്ങളുടെ മാനേജർ സൗത്ത് ഇന്ത്യ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. UPVC, അലുമിനിയം, വുഡ് ഈ 3 മെറ്റീരിയലും നിങ്ങൾക്ക് ഇൻറ്റീരിയർ വർക്ക് എന്ത് വർക്കാണെങ്കിലും ഞങ്ങളത് ചെയ്തു കൊടുക്കുന്നുണ്ട്. തീർച്ചയായും നമ്പറിലേക്ക് കോൾ ചെയ്യൂ. ഞങ്ങളുടെ മാനേജേഴ്സ് നിങ്ങളെ തേടി വരുന്നതാണ്. ആൻഡ് താങ്ക് യു.